ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ രേണു സുധീനെ പറ്റി ആൾക്കാർ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എല്ലാവരും അല്ല കേട്ടോ. എന്തിനാണ് ആ കുട്ടീനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നമ്മുടെ വീട്ടിലും അമ്മ പെങ്ങന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ അതിൻ്റെ ഭർത്താവ് മരിച്ചു, എല്ലാവർക്കും അറിയാം ഇല്ലേ? എന്നും കൊണ്ട് ആ പുള്ളിക്കാരി വെള്ള സാരിയും ചുറ്റി റൂമിനകത്ത് കതക് അടച്ച് ഇങ്ങനെ ഇരിക്കണമെന്നായിരിക്കും ആൾക്കാരുടെയൊക്കെ ധാരണ, അവരുടെ ഇഷ്ടവും. പക്ഷെ നിങ്ങൾക്കൊക്കെ തെറ്റിപ്പോയി മക്കളെ. ഫസ്റ്റിലെ തന്നെ നിങ്ങൾ കല എന്താണെന്നറിയണം. അവരുടെ ഭർത്താവ് നല്ലൊരു കലാകാരനായിരുന്നു, അടിപൊളി കലാകാരൻ ഇല്ലേ? നിഷ്കളങ്കമായി നല്ല സ്വഭാവത്തിൽ ആരെയും വെറുപ്പിക്കാത്ത രീതിയിൽ കലാപരമായിട്ട് മുന്നേറിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് രേണുവിൻ്റെ ഭർത്താവ്. എല്ലാവർക്കും അറിയാം, അത് പറയേണ്ട കാര്യമില്ല, പേരെടുത്ത് പറയുന്നില്ല ഞാൻ. അവര് ഈ കുഞ്ഞു മക്കളെ, 2 മക്കളെ വളർത്തണം അവർക്ക്. ഈ കൊടുക്കുന്നവരൊക്കെ ചിലപ്പോൾ ഒരു 1000 രൂപ 2000 രൂപ കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ അത് വിളിച്ചു പറയുകയും ചെയ്യും അല്ലേ? നമ്മൾ ആർക്ക് എന്ത് സഹായം ചെയ്താലും നമ്മൾ ഒരു കൈ കൊണ്ട് കൊടുക്കുന്ന മറ്റേ കൈ അറിയരുത്, മറ്റുള്ളവർ അറിയരുത്. അവർക്ക് ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നോക്കണം, അവരെ പഠിപ്പിക്കണം. ഇനി അവരൊരു എന്നെ പറയാ, അവരൊരു വിവാഹം ചെയ്താൽ തന്നെ ആരും ഒന്നും വിമർശിക്കേണ്ട കാര്യമില്ല. ആ കുട്ടിക്ക് അധികം പ്രായമായിട്ടില്ല, അതിനൊരു ജീവിതം വേണം. ഈ മക്കളും വളർന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ള ഒരവസ്ഥ നമുക്കറിയാം. ഇന്ന് കേരളത്തിലാണേലും എവിടെ ആണേലും നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പം കുട്ടികളാണേലും എല്ലാ രക്ഷകർത്താക്കളെയും നോക്കണമെന്നൊന്നുമില്ല. അപ്പം അവർക്ക്, ആ കുട്ടിക്ക് അവരുടേതായ രീതിയിൽ അവർക്ക് എന്ത് വില ഇപ്പോൾ സമ്പാദിച്ചാലേ അവർക്ക് സമ്പാദിക്കാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ആ കുട്ടി വയസ്സാവും. നിങ്ങൾ ആരെങ്കിലും നോക്കുമോ? നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമോ? ഈ പറയുന്ന വ്യക്തികൾ ആ കുട്ടീനെ കൊണ്ടുപോകുമോ? ഇല്ലല്ലോ. എനിക്ക് 3 കുട്ടികളുണ്ട്. ഞാൻ ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു. അവരെന്നെ നോക്കുമെന്നുള്ള പ്രതീക്ഷയല്ല. ഓരോ വിഷയത്തിനും നമ്മൾ നല്ല പൈസ അടയ്ക്കേണ്ടതുണ്ട്. ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 BCom ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, MBA ഒക്കെ എടുത്താൽ ലക്ഷങ്ങൾ കെട്ടണം. എൻജിനീയറിങ്ങിന് പഠിക്കണമെങ്കിൽ നല്ല പൈസ കെട്ടണം. എൻട്രൻസ് കിട്ടിയ കുട്ടികളാണേലും അവർക്ക് അതുകൊണ്ടൊരു പ്രയോജനമില്ല. എൻട്രൻസ് കിട്ടിയ കുട്ടിയാണ് എൻ്റെ മക്കൾ. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെ പഠിപ്പിക്കണമെങ്കിൽ ഓരോ വിഷയത്തിന് പഠിച്ചാൽ മാത്രം മതിയോ? 3 പേരൊക്കെ ഒന്നിച്ച് പഠിക്കുമ്പോൾ നല്ല എമൗണ്ട് വേണം. പിന്നെ അവർക്ക് ഓരോ കോളേജുകളിൽ കിട്ടണേലും അവർക്ക് പറയുന്ന വിഷയങ്ങൾക്ക് പൈസ കൊടുക്കണം, അവർക്ക് ലാപ്ടോപ്പ് വാങ്ങിക്കണം. അങ്ങനെയുള്ളതിനൊക്കെ ചുമ്മാ ആരും കൊടുക്കില്ല. അപ്പോൾ ആ കുട്ടി ആരുടെയും പിന്നെ കയ്യിൽ നിന്ന് കിട്ടാതെ കലാപരമായിട്ട് ആ കുട്ടി വർക്ക് ചെയ്യുന്നു. അല്ലാതെ കണ്ട് ഇവിടെ പ്രായമായ എത്രയോ വ്യക്തികൾ 50, 45, 60 വയസ്സായവർ നിക്കറിട്ടിട്ട് അഭിനയിക്കുന്നു. അതൊന്നും ആൾക്കാർക്ക് കാണാൻ കണ്ണില്ല. നിക്കറിട്ടിട്ടാണ് എന്തെല്ലാം കോമാളി വേഷം കിട്ടുന്നു. ലൈവായിട്ട് വന്ന് എന്തെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ കുട്ടി ഇപ്പോൾ അത് അഭിനയ ഭാഗമായിട്ട് അവരങ്ങനെ അഭിനയിച്ചെന്നും കൊണ്ട് അവരങ്ങനെ ആകുന്നില്ല. അവരുടെ മനസ്സിലെ കലയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഡയറക്ടറോ അവരാരെങ്കിലും പറയുമ്പോൾ ഇന്ന കഥാപാത്രമാണ്, ഞാൻ ഭ്രാന്തിയാകാൻ പറഞ്ഞാൽ ഭ്രാന്തിയായേ പറ്റൂ. അതുപോലെ ഞാനൊരു ദുഷ്ട സ്ത്രീയാണെങ്കിൽ അതായിട്ടേ പറ്റുള്ളൂ. അങ്ങനെയാണ് കഥകൾ പോവുക. ഓരോ കഥയ്ക്കും അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ആ കുട്ടി ഇപ്പോൾ ഒരു സാരി ചുറ്റിയിട്ട് ഇങ്ങനെ ഒരു ഇച്ചിരി വയറ് കാണിച്ചെന്നും കൊണ്ടൊന്നും ഒന്നും അതിലില്ല. അതുപോലെ തന്നെ ആ കുട്ടിയുടെ കുഞ്ഞുങ്ങളെ വെറുതെ വിടുക, ആ മോടെ മക്കളെ വെറുതെ വിടുക. ആ പാമ്പിടിച്ച മക്കൾ എന്ത് തെറ്റ് ചെയ്തു അതിനോടൊക്കെ ചോദിക്കുന്ന ഓരോ ചോദ്യം കേട്ടിട്ടേ ഇത് ഞാൻ ഇവിടെ സംസാരിച്ചിട്ടില്ല, ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ലൈവായിട്ട് വന്നത്. എനിക്കൊന്നും നേട്ടം ഉണ്ടാകാനല്ല. ഞാനും ഒരു കലാകാരിയാണ്, ഞാൻ ഒരു ബ്യൂട്ടീഷ്യനാണ്. 35 പടത്ത് ഞാൻ വർക്ക് ചെയ്ത ആളാണ്. അപ്പം നമ്മൾ ഒരിക്കലും ആരെയും താത്ത് കെട്ടരുത്. ആരും നല്ലവരില്ല മക്കളെ. നമ്മുടെ വീട്ടിലും സംഭവിക്കാം. അവരുടെ ഭർത്താവും മരിച്ചു, അവരൊരു പാവപ്പെട്ട വീട്ടിലെ സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് മക്കളെ നല്ല രീതിയിൽ വളർത്തണം. ഒരു ദിവസം നമുക്ക് ചിലവ് കഴിഞ്ഞ് പോകണമെങ്കിൽ എത്ര രൂപ വേണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊരു 4000 രൂപ പിടിച്ച് കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു 4 കൂട്ടം സാധനം വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കുട്ടി പാത്ത് പതുങ്ങി പോയിട്ട് തെറ്റായ രീതിയിൽ പോകുന്നില്ല. ആ കുഞ്ഞ് പരസ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. ആ കുട്ടിക്ക് ഞാൻ എന്താ പറയുക, ഇനി ദൈവം എല്ലാ ശക്തിയും കൊടുക്കട്ടെ. അതിൻ്റെ അഭിനയം നിങ്ങൾ കാണുക, ശ്രദ്ധിക്കുക. ആ കുട്ടി അഭിനയത്തിലാണ് ശ്രദ്ധിക്കുന്നത്.
നമ്മൾ ആരെയും വിമർശിക്കരുത്. ആരും നല്ലവരില്ല. ഞാനിപ്പോൾ ഈ വിമർശിച്ചവരെ കുറ്റം പറയുന്നില്ല, നിങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. ഇപ്പോൾ ആ കുട്ടി അങ്ങനെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ തന്നെ, ലയിച്ച് അഭിനയിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ മനസ്സിലാ മരിച്ചുപോയി പുള്ളിക്കാരൻ്റെ മുഖമായിരിക്കും, അല്ലാതെ വേറൊരു കാമുകിനെ അല്ല അവിടെ സങ്കല്പിക്കുക. ഇപ്പം ഞാൻ അഭിനയിക്കുവാണെങ്കിൽ എൻ്റെ കൂടെ അഭിനയിക്കുന്നവൻ്റെ മുഖമല്ല ഞാൻ അവിടെ കാണുന്നത്. ഞാനിപ്പോൾ എൻ്റെ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ മുഖം ഉൾക്കൊണ്ടുകൊണ്ട് അവരെ മനസ്സിലേക്ക് ഇതാക്കിക്കൊണ്ടാണ് നമുക്ക് അഭിനയം വരിക. ഇപ്പം കരയണമെന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലുണ്ടായ അനുഭവങ്ങളുണ്ടാകും ചെറുപ്പത്തിൽ. അപ്പോൾ ആ അഭിനയം, ഞാൻ അഭിനയിക്കാൻ പറയുമ്പോൾ എനിക്ക് കരയേണ്ട സീൻ വരുമ്പോൾ ഞാൻ അപ്പോഴത്തേക്കും എൻ്റെ അനുഭവങ്ങൾ ഞാൻ ഓർക്കും. ഞാൻ ചിരിക്കുമ്പോൾ എൻ്റെ വീട്ടിലുണ്ടായ സന്തോഷങ്ങൾ ഓർക്കും. അങ്ങനെയാണ് അഭിനയം വരിക, അല്ലാതെ ആർക്കും അഭിനയം വരില്ല മക്കളെ. അപ്പം നിങ്ങളാരും ആ കുട്ടീനെ വിമർശിക്കേണ്ട, അവർ ജീവിച്ചു പോട്ടെ. എനിക്ക് ആ കുട്ടിയോട് പറയാനുള്ളത്, മോള് ഉയരങ്ങളിലെത്തണം, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്, നല്ലത് വരട്ടെ. ഭർത്താവിന് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കുക, മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. മക്കൾ ഒരു നല്ല ഭാവി ഉണ്ടായി ഉയർന്ന സ്ഥാനത്തെത്തട്ടെ. ഈ പറയുന്ന വിമർശിക്കുന്ന ആരും പോക്കുകൊണ്ട് വീട്ടിൽ തരില്ല. അതോർത്ത് സങ്കടപ്പെടുകയും വേണ്ട. നല്ല രീതിയിൽ പോവുക, നല്ലത് പ്രവർത്തിക്കുക, പാവങ്ങളെ സഹായിക്കുക. ഓക്കേ.